ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേ രാധേ. എനിക്കും എൻ്റെ മോനും ഉണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചിട്ടാണ്, കൃഷ്ണാനുഭവത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. എൻ്റെ മോന് അവൻ UKG-യിലായിരുന്നപ്പോൾ അവനൊരു സർജറി വേണ്ടി വന്നിരുന്നു. കഴുത്തിൽ ഒരു ചെറിയ കഴല പോലെ കണ്ടിട്ട് അത് സർജറി ചെയ്ത് റിമൂവ് ചെയ്യാനാണ് ഡോക്ടർമാർ പറഞ്ഞത്. അപ്പോൾ അത് എറണാകുളം ആസ്റ്റർ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് അത് നടന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ സമയത്ത് ഞാൻ എൻ്റെ താഴെയുള്ള മോൻ പ്രസവിച്ചിട്ട് ഡെലിവറി കഴിഞ്ഞിട്ട് അധികം നാളായിട്ടുണ്ടായിരുന്നില്ല, 90 പോലും ആയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരവസ്ഥയിലിരിക്കുകയായിരുന്നു. അപ്പോൾ സാധാരണ ഒരു സർജറി എന്നതിൽ കവിഞ്ഞ് ഞങ്ങൾ അത്രയധികം എന്നുവെച്ചാൽ അത് സാധാരണ ഒരു സർജറി എന്നുള്ളത് മാത്രമേ ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ സർജറി കഴിഞ്ഞ് അത് ബയോപ്സിക്ക് അയച്ചു കഴിഞ്ഞപ്പോൾ അത് റിസൾട്ട് വന്നപ്പോൾ പോസിറ്റീവായിട്ടാണ് കണ്ടത്. പിന്നീട് അതിനുശേഷം അതിന് ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി ഇപ്പോൾ എൻ്റെ മോൻ സുഖമായിരിക്കുന്നു. ഇപ്പോൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇപ്പോൾ അവന് കുഴപ്പമൊന്നുമില്ല. എങ്കിലും ആ സമയത്ത് സർജറിക്ക് കയറ്റുന്ന ആ സമയത്ത് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ള ഒരവസ്ഥയായിരുന്നില്ല. കാരണം കുഞ്ഞുണ്ട്, പിന്നെ മറ്റ് 2 കുട്ടികളും കൂടി ഉണ്ട്. അപ്പോൾ അവരുടെ കാര്യം നോക്കണം. കുഞ്ഞുള്ളത് കൊണ്ടൊന്നും എനിക്ക് കൂടെ പോകാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഹസ്ബൻഡ് മാത്രമാണ് സർജറിക്കായിട്ട് കൊണ്ടുപോയത്. കുഞ്ഞായതുകൊണ്ട് തന്നെ അനസ്തേഷ്യ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ഒരു ബലൂൺ അത് ഇങ്ങനെ ഊതി വീർപ്പിക്കാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അവർ അത് സാധാരണ ഊതി വീർപ്പിക്കുന്ന പോലെ അവർ ഊതിക്കഴിഞ്ഞ് അതോടൊപ്പം അവരത് അനസ്തേഷ്യയിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെയാണ് അവിടെ കുഞ്ഞുങ്ങളെ സർജറിക്ക് വേണ്ടി കൊണ്ടുപോവുക. അപ്പോൾ ആ സമയത്ത് ഹസ്ബൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹസ്ബൻഡിന് അവനെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് അവനെ സർജറിക്കായിട്ട് തിയേറ്ററിലേക്ക് കൊണ്ടുപോയ സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അത് കാണാൻ പറ്റില്ല നമുക്ക്, കാരണം അവനങ്ങനെ കൊച്ചല്ലേ. അപ്പോൾ അവനത് ഊതുന്ന കണ്ടു കഴിഞ്ഞാൽ അത് ഊതി പകുതി ആയപ്പോഴേക്കും അവൻ ആദ്യം വീർപ്പിച്ചപ്പോൾ വീർത്തില്ല. അപ്പോൾ സിസ്റ്റർമാർ പറഞ്ഞു ഇത്രേ ശക്തിയുള്ളൂ, നന്നായി വീർപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവനതനുസരിച്ച് അവനറിയില്ലല്ലോ, അവൻ ഊതി അതോടൊപ്പം അവനങ്ങനെ അങ്ങോട്ട് മയങ്ങിപ്പോവുകയും ചെയ്തു. അപ്പോൾ അത് കണ്ടപ്പോൾ ആകെ എന്താ വിഷമം എന്നൊക്കെ പറഞ്ഞ് ഹസ്ബൻഡ് ആകെ വിഷമത്തോടുകൂടി വിളിച്ചു. അപ്പോൾ എനിക്കും പോകാൻ പറ്റാത്തതിലും പിന്നെ ഇതിൻ്റെ ടെൻഷനും സങ്കടം എല്ലാം കൊണ്ടും എനിക്കും ആകെ വിഷമമായി. അപ്പം എനിക്കെന്താ ചെയ്യാൻ സാധിക്കുക? അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വേഗം തന്നെ പൂജാമുറിയിൽ പോയിട്ട് ഭഗവാനോട് ആ നാളിലൊന്നും ഞാൻ രാധാഭക്തിയിലേക്കൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. രാധാറാണിയെ അറിയാം, അത് ഭഗവാന്റെ കൂടെ അത്രയും നമുക്ക് സാധാരണ എല്ലാവർക്കും അറിയുന്ന പോലെയുള്ള ഒരു രാധാകൃഷ്ണ രാധാറാണി എന്ന് പറയുന്നത് കൃഷ്ണൻ്റെ എന്താ പറയുക, വൃന്ദാവനത്തിലുണ്ടായിരുന്ന ഒരു ഗോപിക. അതിൽ കൂടുതൽ നമുക്ക് അങ്ങനെ അത്രയും ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അത്രയും പ്രധാനമായിട്ടുള്ള ഗോലോക വൃന്ദാവനേശ്വരിയാണ് എന്നുള്ള ബോധാർവൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പം നമ്മൾ ഭഗവാനോട് ഒരുപാട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു, ഭഗവാനെ എനിക്ക് പോകാൻ സാധിക്കണില്ല, എൻ്റെ മോൻ്റെ കൂടെ ആരുമില്ല ഭഗവാനല്ലാണ്ട്. അപ്പോൾ അവനെ തിയേറ്ററിലേക്ക് കയറ്റി അത് കഴിഞ്ഞ് വരുന്നവരെ എൻ്റെ ഭഗവാനെ എൻ്റെ മോൻ്റെ കൂടെ തന്നെ ഉണ്ടാവണേ, അവൻ്റെ കയ്യിൽ നിന്ന് കൈ പിടിവിടല്ലേ, അവന് വേറെ ആരുമില്ല കൂട്ടിന്, ഭഗവാൻ തന്നെ അവൻ്റെ കൂടെ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചു. ഒരു കൂട്ടുകാരൻ്റെ പോലെയോ ഒരു അച്ഛൻ്റെ പോലെയോ ആരായാലും ഭഗവാന് എൻ്റെ മോൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം, അവൻ്റെ കുഞ്ഞി കൈ പിടിച്ച് കൂടെ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് റൂമിലേക്ക് കൊണ്ടുവന്നപ്പോൾ, അതായത് ബോധം തെളിഞ്ഞു വന്നപ്പോൾ അവൻ ചിലപ്പോൾ അങ്ങനെയും നമുക്ക് പറയാം അനസ്തേഷ്യയുടെ അതിൽ നമുക്ക്
കാണുന്നതെല്ലാം ഭയങ്കര അച്ഛൻ്റെ മൂന്ന് കണ്ണ് കാണുന്നുണ്ട്, അച്ഛൻ്റെ മുഖത്ത് നെറ്റിയിൽ കണ്ണ് കാണുന്നു എന്നൊക്കെ അവൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ പരസ്പര വിരുദ്ധമായിട്ട്. അതോടൊപ്പം അവനൊരു കാര്യം വന്നപ്പോൾ തന്നെ അച്ഛനോട് പറഞ്ഞത്, അച്ഛാ ഞാൻ കൃഷ്ണനെ കണ്ടു, നീല കളറായിരുന്നു. കുഞ്ഞാണല്ലോ, അധികം അങ്ങനെ അവന് അറിയില്ലെങ്കിലും അവൻ്റെ അറിവ് വെച്ച് അവൻ പറഞ്ഞു നീല കളറ്, മഞ്ഞ ഉടുപ്പായിരുന്നു, പിന്നെ മയിൽപ്പീലി ഉണ്ടായിരുന്നു, ഓടക്കുഴലുണ്ടായിരുന്നു, എൻ്റെ കട്ടിലിൻ്റെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് ഞാൻ തൊടാൻ പോയപ്പോൾ ഭഗവാൻ ഇങ്ങനെ ആ രൂപം അങ്ങനെ മുകളിലേക്ക് ചുമരിൻ്റെ അതിലേക്ക് കയറി മുകളിലേക്ക് പോയി എന്ന് പറഞ്ഞു. അപ്പം ഇതൊന്നും ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഹസ്ബൻഡ് എന്നോട് ആദ്യം പറഞ്ഞത് ഇതുപോലെയൊക്കെ മോൻ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. കാരണം ആ സമയത്ത് മുഴുവനും ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചത് ഭഗവാൻ എൻ്റെ മോൻ്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്നാണ്. പക്ഷേ അത് കഴിഞ്ഞ് വന്നപ്പോൾ ഈ ഒരു സംസാരം അല്ലെങ്കിൽ ഇങ്ങനെയാണ് എൻ്റെ മോൻ പറഞ്ഞതെന്ന് കേട്ടപ്പോൾ എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. അതിനുശേഷം ഞാൻ അതെല്ലാം കഴിഞ്ഞ് മാറിയപ്പോഴും അവൻ ചെറിയതായിട്ട് ആ ഓർമ്മയിൽ അവൻ ഇങ്ങനെ തൊടാൻ പോയപ്പോൾ കൈ ഇങ്ങനെ തൊട്ടിട്ട് മുകളിലേക്ക് പോയി അമ്മയെന്ന് പറഞ്ഞു, ചുമരിലേക്ക് അങ്ങനെയും മുകളിലേക്ക് കയറിപ്പോയിന്ന്. അപ്പോൾ ഇത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. രാധേ രാധേ, ജയ് ശ്രീ രാധേ രാധേ. രാധേ രാധേ. ഇതുപോലെയുള്ള കൃഷ്ണാനുഭവങ്ങൾ, രാധാജിയുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ രാധാകൃഷ്ണ അനുഭവങ്ങൾ നിങ്ങൾക്കും ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ 96453339 ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങളുടെ വോയിസ് മെസ്സേജ് വാട്സപ്പിലേക്ക് വിട്ടിരുന്നാൽ മതി, അല്ലെങ്കിൽ എന്നെ ഈ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി. നിശ്ചയമായും ഞങ്ങൾക്കത് കേട്ട് കഴിഞ്ഞ് ജെന്യൂയിനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞങ്ങൾ ഇതിനകത്ത് ഈ വീഡിയോ ഞങ്ങൾ നിശ്ചയമായും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. രാധാകൃഷ്ണ ഭക്തി, വെറും കൃഷ്ണഭക്തിയല്ല, രാധാകൃഷ്ണ ഭക്തി ഈ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ചാനലിൻ്റെ ഉദ്ദേശം. നിങ്ങളും അതിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നു, രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം നേടാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഞങ്ങളുടെ ചാനലിൽ ചേരുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ രാധാറാണിയുടെ ഗോലോക ഭക്തർ എന്ന ഗ്രൂപ്പിൽ അംഗമാവുക. അങ്ങനെ രാധാജിയുടെ അനുഗ്രഹം നേടുക. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം ബ്രം രസേശ്വരി രാധികായേ സ്വാഹ.